എത്രയും ആദരണീയനായ ഇടവവികാരി ഗീവർഗീസ് തോമസ് അച്ഛൻ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ മുഖ്യ സന്ദേശം നൽകുന്ന വിശിഷ്ടാതി റവറൻഡ് ജോൺ വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഇടവകയിലെ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളെ, കൊയറംഗങ്ങൾ, UNSCയും മറ്റ് പ്രിയപ്പെട്ടവർ, ഇന്ന് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട ആളുകൾ, ലോകമെങ്ങും ഭൂരിഭാഗം വരുന്ന ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിൻ്റെ ജന്മം ദിനം കൊണ്ടാടുന്ന ഈ വേളകൾ, ഏതു വർഷത്തിലെയും ഏറ്റവും തണുപ്പുള്ള രാത്രിയിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഈ അവസരങ്ങൾ, ക്രിസ്തുവിൻ്റെ ഓർമ്മ നമ്മൾ വീണ്ടും അടുത്ത ഒരു വർഷത്തെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി നമ്മുടെ അനുഭവവേദ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അവസരങ്ങളിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇടവയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ച ഓരോ വീടുകളിലും ശക്തമായി നമ്മൾക്ക് വരുന്നതിനും ക്രിസ്തുവിൻ്റെ ജന്മത്തെക്കുറിച്ച് സന്തോഷത്തോടുകൂടി പാടി പ്രാർത്ഥിക്കുന്നതിനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. ഇതിനെല്ലാം നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ അച്ഛൻ, ഇന്നത്തെ ഈ പ്രോഗ്രാം, കൊയറിൻ്റെ ഇന്നത്തെ ഈ പ്രോഗ്രാമും അതുപോലെ തന്നെ ഇന്നത്തെ മറ്റ് വിശേഷ ഡാൻസുകളും ഇതിനെല്ലാം നേതൃത്വം നൽകി നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ പരിപാലിച്ച ക്രിസ്തുവിൻ്റെ ദാനങ്ങൾക്ക് നന്ദി കരയറ്റുന്ന ഒരു ദിവസമായിട്ട് നമുക്കിതിനെ കാണാം. യെശയ്യാ 9:6 നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നീ പേരുകളിൽ അറിയപ്പെടും. ലോകമെമ്പാടും ഇന്നും നാളെയുമായി അല്ലെങ്കിൽ അടുത്ത ദിവസവുമായിട്ട് 3 ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ പെരുന്നാളിൻ്റെ ദിനങ്ങൾ കൊണ്ടാടുകയാണ്. ഏതാണ്ട് ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്നതായ വർണ്ണാഭമായ നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ, ദീപങ്ങളാൽ അലങ്കൃതമായ ദേവാലയങ്ങളും സ്ട്രീറ്റ് ലൈറ്റുകളും അതുപോലെ തന്നെ കടകളും ഒക്കെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും ദൃശ്യമാകും. സന്തോഷത്തിൻ്റെയും ആർപ്പുളിയുടെയും ദിനങ്ങൾ, ഏറ്റവും അടുത്തുള്ള ആളുകൾക്ക് കേക്ക്, മധുരം ഒക്കെ നൽകുന്ന ദിനങ്ങൾ, വർഷത്തിൽ ഏറ്റവും അവസാനം നമുക്ക് കൈവരുന്നതായ ഈ സന്തോഷത്തിൻ്റെ ഒരാഴ്ച എല്ലാവർക്കും അവരവരുടെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കാണുന്നതിനും സന്തോഷം പങ്കുവയ്ക്കുന്നതിനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗീവർഗീസ് തോമസ് അച്ഛനാണ്. എല്ലാ പ്രോഗ്രാമുകൾക്കും നേതൃത്വം തരികയും നമുക്ക് മുൻപന്തിയിൽ നമ്മളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നടക്കുകയും നമ്മളോടൊപ്പം ഇപ്പോഴും നമ്മളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട ഇടവവികാരി ഗീവർഗീസ് തോമസ് അച്ഛനെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ജോൺ വർഗീസ് അച്ഛനാണ്. അച്ഛൻ നമ്മുടെ അടുത്ത സ്ഥലത്ത് തന്നെയുള്ള ആളാണ്. തലൂർ സ്വദേശിയാണ്. ഉറൂന്ന് പള്ളിയിലാണ് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്, സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ. അതുപോലെ തന്നെ മാർഗരിഗോസ് ചെങ്ങമനാടുള്ള ITCയുടെ ചുമതല ഉണ്ട്. ബദേൽ ആശ്രമത്തിലെ അന്തേവാസിയായിരുന്നു. അച്ഛൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു വളരെ സേവന സന്നദ്ധനായി മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന ഒരച്ഛനാണ്. നമ്മൾ നേരത്തെ അച്ഛനെ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായും ഇന്നത്തെ പ്രധാന സന്ദേശം നൽകുന്നതിന് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛനെ നിങ്ങളുടെ എവരുടെയും പേരിൽ ഹാർദവമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിക്കുന്നത് നമ്മുടെ ഗായക സംഘമാണ്. കരോൾ സർവീസിൻ്റെ ഗാനങ്ങൾ ആലപിക്കുന്ന നമ്മുടെ ഗായക സംഘത്തെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഈ മീറ്റിങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. പിന്നീട് ഇന്ന് ഇവിടെ സൺഡേ സ്കൂളിൻ്റെ കുഞ്ഞുങ്ങൾ, അവരുടെ രക്ഷകർത്താക്കളാണ് അവരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവരെ ഓരോരുത്തരെയും
ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവക ചുമതലക്കാർ ഓരോരുത്തരെയും കൈസ്ഥാന സമിതി അംഗങ്ങളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സിവിയ സംഘ അംഗങ്ങൾ, അതിൻ്റെ ചുമതലക്കാർ, അവരുടെ പ്രോഗ്രാമുകൾ നമുക്ക് കാണാനൊക്കും. അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട നമ്മുടെ പള്ളിയിലെ വ്യക്തികൾ, അവരുടെ ബന്ധുമിത്രാദികൾ, അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് ആഷിൽ റോജിയാണ് ആങ്കർ ചെയ്ത് നമ്മളെ സഹായിക്കുന്ന ആഷിൽ റോജി. അങ്ങനെ ഇവിടെ നമുക്ക് സന്നിധരായിരിക്കുന്ന എല്ലാവരെയും, പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, അതിന് നേതൃത്വം നൽകുന്ന സച്ചിൻ, ഇവരെ ഏവരെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.